സ്വത്തുക്കൾ ഭാഗം പിരിഞ്ഞപ്പോ കുടുംബം ഞങ്ങൾക്കായി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കുടുംബക്ഷേത്രം, വെച്ചാശ്രയം പോലുള്ള ചില ആചാരങ്ങൾ, ജന്മനാ ശീലിച്ചു പോന്ന ചില ശുദ്ധവൃത്തികൾ, നിഷ്ഠകൾ, അങ്ങനെയാ മത്സ്യമാംസാദികൾ കയറ്റാത്ത വീടായി മാറിയത്. ശീലക്കേടുകളുമായി പൊരുത്തപ്പെടാൻ ഏതു മനുഷ്യരും ഇത്തിരി വൈകും. അതിനിങ്ങനെയൊക്കെ പ്രതികരിച്ചാൽ മോനെ, പരിഷ്കാരികളുടെ വിരുന്ന് സൽക്കാരത്തിൽ കൂട്ടി നല്ലപ്പ പങ്കെടുക്കുക. പെരുമാറാനും ഇടപഴകാനും ഒക്കെ അതിൻ്റെതായ കുഴപ്പങ്ങൾ കാണും. ഞാൻ പതിയെ ഗുണദോഷിച്ച് മാറ്റിക്കോളാം. കാട്ടിൽ നിന്ന് പിടിക്കുന്ന ആന മനുഷ്യന്റെ വടിത്തുമ്പിൽ അനുസരണം പഠിക്കുന്നില്ലേ? പക്ഷേ ഇവിടുത്തെ കുട്ടിയുടെ കോപവും താപവും ഒക്കെ ഉപദേശിക്കുന്നത് പുതിയ തലമുറയ്ക്ക് ഇഷ്ടമല്ല. അവരാണ് ശരിയെന്നും അവരെക്കാൾ അറിവുള്ളവരാരുമില്ലെന്നൊക്കെ കുട്ടികളുടെ ധാരണ. പിന്നെ ഭാര്യ ഭർത്താക്കന്മാരെന്നൊക്കെ പറയുമ്പോൾ രണ്ട് വ്യക്തിത്വങ്ങൾ, രണ്ട് ശീലങ്ങൾ, രണ്ട് സാഹചര്യങ്ങൾ. ചിലത് വേഗം പൊരുത്തപ്പെടും, മറ്റ് ചിലത് അല്പം വൈകും. അമ്മ വിഷമിക്കണ്ട, അവര് ജീവിച്ചോളൂ. എന്താ മോളെ? ഞാൻ അമ്മയോട് പങ്കെടുക്കുന്നത്. ദേ ചക്കി, നീ വെറുതെ കൊഞ്ചലെടുക്കാതെ പോയേ. എനിക്ക് പറ്റില്ല, അശ്വിനി മദ്യപിച്ചിട്ടുണ്ട്. എനിക്ക് ആ സ്മെല്ല് പിടിക്കില്ല, ഞാൻ ഛർദിക്കും. മോളെ, എന്തിനാ വെറുതെ അശ്വിനിയെ ബുദ്ധിമുട്ടിക്കുന്നത്? അത് മദ്യപാനോടൊപ്പം സഹകരിച്ച് എനിക്ക് ശീലമില്ല. വഴക്ക് വേണ്ട, നീ ഇഷ്ടമുള്ളിടത്ത് പോയി കിടന്നു. നിങ്ങൾ എന്തിനാ അമ്മേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇടപെടുന്നത്? അവൾ എവിടെ കിടക്കണോ തീരുമാനിക്കുന്നത് നിങ്ങളല്ല, ഞാനാ. അവള് പറഞ്ഞത് കേട്ടില്ലേ? മദ്യത്തിന്റെ മണം അവൾക്ക് ഇഷ്ടമല്ലെന്ന്. അത് മനസ്സിലാക്കി നീ കുടിക്കാതെ വരണം. ചേട്ടൻ എന്തായി പറയുന്നത്? ഞാൻ എന്താ മദ്യപാനിയാ? ഒപ്പം ജോലി ചെയ്യുന്നൊരു ഫ്രണ്ടിന് വിദേശത്ത് ഒരു പ്ലേസ്മെന്റ് കിട്ടി. അതിന്റെ സന്തോഷത്തിന്റെ ഒരു ട്രീറ്റ് ഒരല്പം കഴിച്ചു. പാലല്ല കുടിച്ചത്, മദ്യോ. അതിന്റെ മണം വരും. കൂതറ കോടയല്ല, കോണ്യാക്ക്. ഇവളെന്താ എന്റെ വായിൽ കയറി അങ്ങനെ കിടക്കുന്നത്? ഞാൻ മദ്യപാനിയാണെന്ന് അവളുടെ അമ്മയും ഏട്ടനെയൊക്കെ അറിയിക്കാനുള്ള അവളുടെ ഡ്രാമയാ. മോളങ്ങനെ പറഞ്ഞു വരുമ്പോ ഈ അമ്മ എന്താ വേണ്ടേ? അടി കൊടുത്ത് അവൾ എന്റെ മുറിയിലേക്ക് പറഞ്ഞു വിടണം. കിടക്കൻ ചുരുട്ടി ഇറങ്ങിയിരിക്കുന്നു നായിന്റെ. അല്പം മദ്യപിച്ചെങ്കിലെന്താ? ചില ആളുകളുടെ ശീലവാ. മറ്റാരും അല്ലല്ലോ, നിന്നെ കെട്ടിയ പുരുഷനല്ലേ? ഓരോ വേഷം കിട്ടുമായി ഇറയിക്കോളും പെണ്ണ്. കേറി പോടി. ചേട്ടന് തൃപ്തിയായല്ലോ? ഇങ്ങനൊരു കുരിശന്റെ തലയിൽ കെട്ടിയേൽപ്പിച്ചപ്പോ ഇയാൾക്ക് തൃപ്തിയായല്ലോ? അച്ഛനും അമ്മയും ഇല്ലാത്തവനോട് കാണിച്ച ഒരു കാരുണ്യം. വരണമെന്ന് വിളിച്ചു പറഞ്ഞ എന്താ? വല്ല പ്രശ്നമുണ്ടോ? അവന് ചേർന്ന പെണ്ണാണോടാ അത്? അല്ലേ? എവിടുന്ന്? പരസ്പരം എപ്പോഴും വഴക്കാടാ, അഭിപ്രായ വ്യത്യാസം. അല്ല, അമ്മാവൻ ചെറുക്കനോട് വല്ല കൊതിന്നോണാൻ പറഞ്ഞു പിടിപ്പിച്ചോ? ഇത്തിരി പായസമാ. ഷുഗറിന്റെ അസുഖം ഉണ്ടല്ലോ എനിക്ക്. ഇത് കേട്ടാ തോന്നും വേറൊരു അസുഖവും ഇല്ലെന്ന്. വാങ്ങി കുടിക്ക്, എളുപ്പം തീർന്നു കിട്ടിയ കരക്കാർക്ക് ശല്യം ഒഴിഞ്ഞു കിട്ടും. അല്ല, പായസമൊക്കെ തന്ന് സൽക്കരിക്കാൻ ഇന്നെന്താ വല്ല വിശേഷമുണ്ടോ? നമ്മുടെ കുടുംബത്തേക്ക് ഒരാളൂടി എത്തുന്നു. മോക്ക് വിശേഷമുണ്ട്. രേവതിക്ക് അവസരം കിട്ടിയപ്പോ മുതലാക്കിയല്ലേ? തരാം. അശ്വിനി അറിഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല.
വന്നിട്ട് അറിഞ്ഞാ മതി. ചെലവ് ചെയ്യിക്കാനൊരു മാർഗമായി. അതിന് നീ സമയമുണ്ടല്ലോ. ഇത് കേട്ടിട്ട് എന്താ അമ്മാവനൊരു ഉഷാറില്ലാത്ത? പിന്നെ കുടുംബത്തൊരു സന്തതി ഉണ്ടാകുന്നു എന്ന് കേൾക്കുന്നത് സന്തോഷമല്ലേ? സന്തോഷം കൊണ്ട് നാക്ക് താന്നു പോയെന്നാ ഞാൻ സംശയിച്ചത്. സുബ്രഹ്മണ്യന അവനെ കൊണ്ട് ചെലവ് നടത്തിച്ചാൽ അശ്വിനിയുടെ ഭാര്യ ഗർഭിണിയായതിന് അവൻ എന്തിനാടാ ചെലവ് ചെയ്യുന്നത്? കല്യാണം കഴിച്ച് 10 വർഷം കഴിഞ്ഞിട്ടും അവനെ കൊണ്ട് നടക്കാത്ത കാര്യമാ പിള്ളേർ എടുപിടിന്ന് സാധിച്ചത്. കൺഗ്രാറ്റുലേഷൻസ്. ഈ പാവക്കുട്ടിയെ പോലെ സുന്ദരിയും മിടുക്കിയുമായ പെൺകുട്ടിയെ പ്രസവിച്ചു തരണം. ഞങ്ങൾക്ക് കളിപ്പിക്കാനേ. അതെന്താ ആൺകൊച്ചാണ് ഇയാൾ കളിപ്പിക്കത്തില്ല? ഓനെങ്ങനെ അറിഞ്ഞു? അമ്മ രേവതിയും കൂട്ടി പോയി കണ്ട ഡോക്ടർ സത്യമയി എൻ്റെ ഒരു ഫ്രണ്ടാ. നിങ്ങൾ ഇറങ്ങിയ ഉടൻ തന്നെ അവരെന്നെ വിളിച്ചു പറഞ്ഞു. അശ്വിനിയോട് പറഞ്ഞു? അയാൾ അറിഞ്ഞില്ലേ? വന്നിട്ട് അറിഞ്ഞാ മതി എന്നാ രേവതി മോള് പറയുന്നത്. വിവാഹ ജീവിതം അർത്ഥവത്താക്കുന്നത് മക്കളാ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു. പോകാത്ത അമ്പലങ്ങളും ചെയ്യാത്ത ചികിത്സകളുമില്ല. ഈശ്വരന് തോന്നണ്ടേ? കൺഗ്രാറ്റുലേഷൻസ്. ലക്കിയാണ്. എനിക്കും പ്രസന്നനൊന്നും ലഭിക്കാത്ത ഭാഗ്യം. എന്ത് ഭാഗ്യം? നീ ഒരച്ഛനായിരിക്കുന്നു. രാവിലെ മോക്ക് തല കറങ്ങുന്നു പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ട് പോയി പരിശോധിച്ചപ്പോ എന്റെ ദൈവമേ, ഇതിൽ ഒരു സന്തോഷം ഇനി എന്താ വേണ്ടത്? പ്രസന്ന വാടാ, അവർക്ക് പിന്നെ സ്വകാര്യമായി സംസാരിക്കാനുണ്ടാവും. എടാ കുഞ്ഞെ, സിനിമയെ കാണുന്ന പോലെ പൊക്കിയെടുത്ത് കറക്കേം തിരിക്കുകയും ഒന്നും ചെയ്യരുത് കേട്ടാ. കുറുക്കന്റെ കണ്ണ് കോഴിക്കുട്ടി തന്നെ. ഹലോ, ഇനി അകത്തോട്ട് പോകാൻ അമ്മാവനോട് പ്രത്യേകം പറയണം. വായി നോക്കിയിരിക്കുന്ന വാവുവേ. സുബ്രഹ്മണ്യ ചേട്ടൻ തന്നതാ. ഇതുപോലൊരു പെൺകുഞ്ഞായിരിക്കും നമുക്കുണ്ടാകാം. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ വയറ്റിലൊരു കുഞ്ഞാവാ. പറ, ആൺകുഞ്ഞായിരിക്കോ പെൺകുഞ്ഞായിരിക്കോ? എനിക്കെന്താ സമ്മാനം തരിക? നീ എന്നെ ചതിച്ചു. എന്റെ പൗരുഷത്തെ, എന്റെ വ്യക്തിത്വത്തെ, ഭർത്താവെന്ന സ്ഥാനത്തെ. ഞാൻ എന്താ വെറും പട്ടിയാണ് ധരിച്ചോ? നീ അശ്വിനി, വിവാഹം കഴിഞ്ഞ രാത്രിയിൽ നിന്നോട് ആദ്യം ഗൗരവമായി പറഞ്ഞ കാര്യം എന്താ? അത് 5 വർഷത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു അതിഥി വേണ്ടാന്ന് കൃത്യമായി മരുന്ന് ഏൽപ്പിച്ചു. എന്നിട്ട് എങ്ങനെ സംഭവിച്ചു? പറയടേ, എങ്ങനെ സംഭവിച്ചു? അശ്വിനി, ഈ സമയത്ത് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടരുത്. നിന്നെ കൊല്ലുക വേണ്ട. എന്നെ ധിക്കരിക്കാൻ എങ്ങനെ കഴിഞ്ഞു നിനക്ക്? അമ്മ പറഞ്ഞു ആ മരുന്ന് കഴിക്കണ്ട, അതൊക്കെ ഭാരം. Shut up! എനിക്ക് കുഞ്ഞ് വേണ്ട. നമ്മളിത് നശിപ്പിക്കും. എനിക്ക് താല്പര്യമില്ലാതെ, എന്റെ പൂർണ്ണ മനസ്സോ സമ്മതമില്ലാതെ എന്നെ ചീറ്റ് ചെയ്ത് ജന്മം നൽകിയ ഈ കുഞ്ഞ് എനിക്ക് വേണ്ട. എന്തൊരു വിവരക്കാരായി പറയുന്നത്? ഇയാൾക്ക് എന്താണോ ഇതിനകത്ത് കാര്യം? കുട്ടികളെ കുറിച്ച് 5 വർഷത്തിന് ശേഷം ആലോചിച്ചാൽ മതി എന്ന് ഞാനാ പറഞ്ഞേ. സേഫായി അതിനു വേണ്ട മുൻകരുതലും ഏൽപ്പിച്ചു. എന്നിട്ട് ഇവളും അമ്മയും ചേർന്ന് എന്നെ ചതിച്ചു. ഞാനാണെങ്കിൽ ഇത് അനുവദിക്കില്ല. എടാ, മക്കളെ തരുന്നതും അത് എപ്പോ വേണമെന്ന് തീരുമാനിക്കുന്നതും ഒക്കെ ഈശ്വരനാ. ഓടോ, താനിത് ഏത് കാലത്താ ജീവിക്കുന്നത്? ഈ കാലത്ത് നിന്റെ മുന്നിൽ സാക്ഷിയാ ഞാൻ. 10 വർഷവും ലക്ഷങ്ങളും കളഞ്ഞു. സകല ദൈവങ്ങളെയും വിളിച്ചു ഞാനും എന്റെ ഭാര്യയും. അവിടെയൊക്കെ ഈശ്വരൻ അനുഗ്രഹമായി നിന്റെ മുന്നിലെത്തിയത്. എന്നിട്ട് അതിനെ തന്തയില്ലാതെ കുട്ടികൾ എനിക്കോടോ? നിന്റെ കാര്യത്തിൽ ഇപ്പൊ എനിക്കൊരു സംശയമുണ്ട്. എന്റെ കുടുംബകാര്യത്തിൽ ഒരുത്തന്റെ ഉപദേശം വേണ്ട. എനിക്കെപ്പോ കുട്ടികൾ ഉണ്ടാവണോ തീരുമാനിക്കുന്നത് അമ്മായി അമ്മയോ സഹോദരന്മാരോ അല്ല. ഈ സഹോദരന്മാരെ തേടി വരുന്നൊരു ദിവസമുണ്ട് നിനക്ക്. അന്ന് ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. വാടോ. നമ്മളിതിനെ നശിപ്പിക്കും. മോനെ, അമ്മന്റെ കാല് പിടിച്ച് യാചിക്കുക. പാപമാണിത്, കൊലപാതകമാണിത്. നീ നൽകിയ ജീവനാണ്, നിന്റെ പ്രാണനാണ് ഈ മോളിൽ തുടിക്കുന്നത്. അതിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ മോൻ മോനെ തന്നെ കൊല്ലുക എന്ന. കാരണക്കാരി ആരാ? നിങ്ങൾ. ഞങ്ങളുടെ ജീവിതത്തിൽ ആരോട് ചോദിച്ചുകൊണ്ട് ഇടപെട്ടു? മോളെ കല്യാണം കഴിച്ചപ്പോ സ്ത്രീധനമായി നിങ്ങളെ ഒപ്പം കൂട്ടിക്കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞോ? ഈ ബാധ്യത ഏറ്റെടുത്തുകൊള്ളാമെന്ന് ഞാൻ പറഞ്ഞോ? എന്റെ അനുവാദമില്ലാതെ ഈ കുഞ്ഞ് ജനിച്ചാൽ
തന്ത്രയില്ലാത്ത കുട്ടിയെ വളർത്തിക്കോണം. പിന്നെ എന്റെ ജീവിതത്തിൽ ഇവിടെ ഉണ്ടാവില്ല. മതി ഇവിടെ. അവന് വേണ്ടെങ്കിൽ പിന്നെ നിനക്കെന്തിനാ? കൊണ്ടുപോയി കൊല്ല്. ജന്മം കൊടുത്തവൻ തന്നെ കൊല്ലാൻ വിധിച്ചു. ഈശ്വരൻ നിന്നെ ശിക്ഷിക്കാതിരിക്കട്ടെ. മകൾ ദീർഘസുമംഗലിയായിരിക്കണം. അവർക്ക് ജനിക്കുന്ന മക്കൾ അവരുടെ ജീവിത സന്തോഷത്തിന്റെ ആരാമത്തിന്റെ പൂക്കളായിരിക്കണം എന്നൊക്കെയാ പ്രാർത്ഥന. നിന്റെ ജീവിതം തകർക്കുന്നതാണ് ഈ പിറവിയെങ്കിൽ കൊണ്ടുപോയി നശിപ്പിക്കുക.